അയാൾ ഇത്ര കഷ്ടപ്പെട്ട് പാടിയത് എന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. വക്കീലങ്ങൾ എന്തിനാ അയാളെ പാടാൻ നിർബന്ധിച്ചത്? രണ്ടും വട്ട് കേസ് തന്നെ. ഡാഡി അയാൾക്ക് വാക്ക് കൊടുത്തിരിക്കുവോ? എന്തു വാക്ക്? ആ മനുഷ്യനെ കൊണ്ട് ചേച്ചിയെ കെട്ടിക്കാവുന്ന. എനിക്ക് വിശ്വാസേ ഇല്ല. എന്താ ഇത്? കപ്പലണ്ടി ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. വാങ്ങിച്ചോ, അവര് കാശ് തന്നിട്ടുണ്ട്. അവർക്കെന്നെ കൊണ്ടേ കൊടുത്തോ? വാങ്ങിച്ചോ കൂട്ടാ. ഞങ്ങൾക്ക് വേണമെങ്കിലേ ഞങ്ങൾക്കറിയാം വാങ്ങിക്കാൻ. ചെറുക്കറ്റ് മൂപ്പാണെന്ന്. മനു, നമുക്ക് പോവാം. പേടിച്ചിട്ടോ? ഈ ബീച്ച് ആരുടെ സ്വന്തമൊന്നുമല്ലല്ലോ. ഇതുപോലെ രസം തല്ലി പിള്ളേരെ കൊണ്ട് ബീച്ചിൽ വരാൻ പാടുണ്ടോ മോളെ? ആരാ എന്നെ എറിഞ്ഞത്? എറിഞ്ഞോ? ആര്? നിങ്ങൾ എന്താ ചെയ്തേ? ചേടാ, ഈ പൊടിക്കുപ്പി പോലത്തെ ചെറുക്കന്റെ ഭാവം കണ്ടില്ലേ? നീ ഒന്ന് പോടാ. നീ പോടാ അവിടുന്ന്. വിട്ടേ, മോശമല്ലേ? ആ കളയുന്നു പോട്ടെ. അവിടെ വണ്ടർഫുൾ അങ്കിൾ. ഇതാ അങ്കിളുടെ ബാഗ്. ദൈവമാണ് അങ്കിളിനെ ഇപ്പൊ ഇവിടെ വരുത്തിയത്. ഇതുപോലുള്ള സ്ഥലത്ത് നിങ്ങൾ കുട്ടികൾ ഒറ്റയ്ക്ക് വന്ന് നിൽക്കരുത്. പട്ടാ പകലല്ലേ അങ്കിൾ? നീചന്മാർക്ക് രാത്രിയൊന്നോ പകലൊന്നോ ഇല്ല. പോയിക്കോ, ഇവിടെ നിൽക്കണ്ട. അങ്കിൾ എവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു? അങ്കിളുടെ വീട് എവിടെയാ? എന്തൊരു കലക്കൻ ഇടിയാ ഇടിച്ചത്. അങ്കിൾ ബ്ലാക്ക് ബെൽറ്റ് ആണോ? അല്ല, ഹ്യൂമൻ ബെൽറ്റാ. ഞാൻ ഇപ്പൊ ഇടിച്ച ഇടി കൈകൊണ്ടല്ല, മനസ്സുകൊണ്ടാ. മനസ്സോണ്ട് ഇടിക്കാനോ? ആ, അതിന് മനസ്സിടി എന്ന് പറയും. ഒരു അവശനെ ഒരു ബലവാൻ കീഴ്പ്പെടുത്തുന്ന കാണുമ്പോ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും സ്ഥിരാപടലങ്ങളും സടകുടഞ്ഞെഴുന്നേക്കും. നിങ്ങൾ ഇപ്പൊ ഇവിടെ കണ്ടത് അതാ. അങ്കിളും വാ ഞങ്ങളുടെ കൂടെ. എങ്ങോട്ട്? ഞങ്ങളുടെ വീട്ടിലേക്ക്. വേണ്ട, ഒരു 5 മിനിറ്റ്. വേണ്ട മക്കളെ. എങ്കിൽ ഞങ്ങൾ അങ്കിളിന്റെ വീട്ടിലേക്ക് വരാം. ഞാൻ വീട്ടിലേക്കല്ല. പിന്നെ? ഞാനൊരു ദേശാടനക്കാരനാണ് കുട്ടികളെ. ക്ഷേത്രങ്ങളും പുണ്യസ്ഥലങ്ങളും ഒക്കെ സന്ദർശിക്കാൻ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അങ്കിളിപ്പോ ഈ നാട്ടുകാരനല്ലേ? ഞാൻ ഏത് നാട്ടുകാരനും ആകാം. ഏതെങ്കിലും ഒരു നാട്ടില് ബന്ധങ്ങൾ കൊണ്ട് കെട്ടിവരിയാൻ എനിക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ ഭാര്യയോ മക്കളോ ആരുമില്ല. മനസ്സിലായോ? മനസ്സിലായില്ലേ അങ്കിൾ? അതായത് ഒരു ഭാര്യ ഉണ്ടായിരുന്ന 15 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു. പിന്നെ ഏക മകൾക്ക് വേണ്ടി ജീവിച്ചു. പറക്കം മുറ്റിയപ്പോൾ അവളും പറന്നുപോയി. എങ്ങനെയെന്ന് ചോദിക്കരുത്. ഇപ്പൊ ഈ യാത്രയാണ് ഒരു ആനന്ദം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുറച്ചാൾ ഭജന ഇരിക്കണം. പിന്നെ ഗുരുവായൂര്, കാശി, രാമേശ്വരം അങ്ങനെ പോവും. അങ്കിള് വരുന്നില്ലെങ്കിൽ എവിടെയാന്ന് വെച്ചാ ഞങ്ങൾ കൊണ്ടേ വിടാം. അതെ, കാറുണ്ട്. നിങ്ങൾ പൊയ്ക്കോ, കാറൊന്നും എനിക്ക് ശരിയാവില്ല. അങ്കിളിന്റെ പേര് പറഞ്ഞില്ല. പേരൊക്കെ അസലാണ്, പരമേശ്വരൻ. ഇഷ്ടപ്പെട്ടോ? ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പേര് പരമേശ്വരൻ തന്നെയാ. ഞാൻ മനു, ഇത് മീര, മായ, മഞ്ജു. മഞ്ജു എല്ലാം മായാണല്ലോ. പല മാപ്രസിദ്ധീകരണക്കാരുടെ മക്കളാണോ? ഏയ് അല്ലല്ല. ഞാൻ പോട്ടെ. അപ്പൊ അങ്കിൾ വേഗം സ്ഥലം വിട്ടു. ഞാനും വൈകി. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത യുദ്ധാനമധർമ്മസ്യ തദാജ്ഞാനം ശ്യാമ്യഹം. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. സ്ഥിരപ്പെടുത്താൻ വൈകിയെങ്കിൽ ഫാക്ടറി സർക്കാർ വീട് ആക്രമിക്കൂ പുന്നൂസേട്ടാ. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട്. ഒന്നും പേടിക്കണ്ട, ഒക്കെ പുന്നൂസ് ഏറ്റു. മോനകത്ത് പോയിക്കോ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, പൊന്നു മോനല്ലേ, ഒന്നകത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. മോന്റെ കാല് ഞാൻ പിടിച്ചോളാം. മോൻ ഒന്നകത്തേക്ക് പോയിക്കോളൂ. ഇത് നേരിടാൻ പുന്നൂസേട്ടൻ മതിയെന്ന്. മുതലാളി മൂരാച്ചി.
നിങ്ങളുടെ വാക്കും കീറച്ചാക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. നിർത്ത്. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ MD ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ല ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചെന്നാൽ പോരെ? ഹായ്, ഇയാള് വെയിറ്റ് ചെയ്യായിരുന്നു തോന്നുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടിത്തൂങ്ങിച്ചാവുക. ഓ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. മുമ്പത്തെ MD മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളി കേട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കും. മിസ്റ്റർ, ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്ക് എന്താ കാര്യം? ഡേ, ഒന്ന് ഇങ്ങോട്ട് വന്നേ, മുദ്രാവാക്യം വിളിക്ക്. എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരായിട്ട് നീറ്. ആ നീറ്റില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരും അല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു SI ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു SI ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുല്ല് കൽപ്പിക്കണ്ടോ? ആ MD ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരന് അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഇടിയടാ. എന്നാ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് പോകാം. നമ്മൾ ചിലപ്പോ കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും. വീടാക്രമിച്ച് കൊന്നുള്ള കുറ്റവും നമ്മുടെ തലയിൽ വരും. അവന്മാർ തല്ലിച്ചോട്ടെ, ഓടിക്കോ. അടുക്കളയ്ക്ക് പുറത്തുള്ള അടിയും ബഹളത്തിനെയും കുറിച്ച് ഞാൻ പറയാൻ ആളല്ല. കൊല്ലങ്ങൾ എത്രയായി ഞാൻ ഇവിടുത്തെ കാര്യം പോയി കൊള്ളാൻ തുടങ്ങിയിട്ട്. ശ്രീദേവി കുഞ്ഞെന്നെ കുഞ്ഞെടുത്തീന്നേ വിളിക്കാറുള്ളൂ. മടുത്തു മക്കളെ, ഈ തീറ്റ പട്ടാളത്തിനെ കൊണ്ട് കുഞ്ഞമ്മ മടുത്തു. ഞാൻ ഇന്ന് അടുക്കളയിലോട്ട് ചെന്നപ്പോഴുണ്ട് ആ പോലീസുകാരന്റെ പെണ്ണുപിള്ള കുറെ അണ്ടിപ്പരിപ്പെടുത്ത് വായിക്കാത്തിട്ട് ചവച്ച് തിന്നുന്നു. ആന കരിമ്പും കാട്ടി കയറിയ പോലെ അവരങ്ങോട്ട് കയറിയാല് ഫ്രിഡ്ജ് തുറക്കുന്നു, ആപ്പിൾ എടുക്കുന്നു, മുന്തിരിങ്ങ എടുക്കുന്നു. എന്തിനാ ഒരു തക്കാളി പോലും അവിടെ വെച്ചേക്കാൻ സമ്മതിക്കത്തില്ല. ആ നക്കി പോലീസുകാരനെ ഉച്ചയ്ക്കും രാത്രിയിലും വേണം കോഴി ബിരിയാണി. പിന്നെ അവന്റെ പച്ചമട്ട ഉടയ്ക്കാ കുടിക്കുക. എന്റെ കർത്താവിശ്വംശിയായേ, ഇങ്ങനെയുണ്ട് ഒരു ആക്രാന്തം. ഇന്നലെ ആ സ്ത്രീ പാലിൽ എന്തിനാ വെള്ളം ചേർത്തെന്നും പറഞ്ഞ് തീക്കൊള്ളി എടുത്ത് എന്നെ കുത്താൻ വരുന്നു. ആ കേസിലെ വക്കീലേ എല്ലാവരും ഉറങ്ങി കഴിയുമ്പോ ഫ്രിഡ്ജിലെ വെള്ളം കുടിക്കാൻ വരും. വെളിച്ചാവുന്നത് വരെ കള്ളുകൂടിയ. ഈ പെണ്ണിന്റെ നേരെ അയാൾക്കൊരു തുറച്ചു നോട്ടുണ്ട്. എന്തിനു പറയുന്നു മോളെ, ഒക്കെ കൂടി ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ പോകാനോ? പിന്നെ എന്താണ് ഒരു പ്രതിവിധി പറ. കുഞ്ഞമ്മേ, ഞങ്ങളുടെ ഡിന്നർ എടുത്തു വെച്ചോളൂ. ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ? ക്ലാര ചേച്ചിയും പൊക്കോളൂ. മായ, മഞ്ജു വാ. എന്താടാ? ദിവസം തോറും സംഭവങ്ങൾ വഷളായി വരികയാണ്. വി ഷുഡ് ഫൈൻഡ് ഔട്ട് എ റെമഡി. ഞാനൊരു കാര്യം പറയാൻ പോവാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് വട്ടാണെന്ന്. പക്ഷേ വളരെ അത്യാവശ്യമായ ഒരു വട്ടാണിത്. എന്താ നീ പറയുന്നേ? നമ്മുടെ മുത്തച്ഛൻ മരിച്ചിട്ടില്ല. മുത്തച്ഛൻ മരിച്ചിട്ടില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ തന്നെയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. ഇത് വെറും വട്ടല്ല, മുഴുവട്ട. ഷട്ടപ്പ്. തോക്കിൽ ഉണ്ടയിടുന്നതിന് മുമ്പ് കാഞ്ചി വലിക്കരുത്. ശരി, എന്നാ ഉണ്ടയിട്. അന്ന് പാർക്കിൽ വെച്ച് ആ ചെത്തു പിള്ളേരെ തല്ലി ഓടിച്ചില്ലേ, അയാളാണ് നമ്മുടെ മുത്തച്ഛൻ. മരിച്ചുപോയി എന്ന് പറയുന്ന നമ്മുടെ മരിക്കാത്ത മുത്തച്ഛൻ. സംഗതിയൊക്കെ കൊള്ളാം, പക്ഷേ അയാൾ നമ്മുടെ മുത്തച്ഛനാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കൂ? വിശ്വസിപ്പിക്കണം. അതിന് കുറച്ച് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. അയാളതിന് സമ്മതിക്കണ്ടേ? സമ്മതിക്കും. ഹീസ് ഗുഡ് അറ്റ് ഹാർട്ട്. കണ്ടാ അറിയാം. വീടും കുടിയില്ലാത്ത അയാളെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? മണ്ടി ചോറ്റാനിക്കരയിൽ കുറച്ചു ദിവസം ഭജന ഇരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞത് മറന്നോ? നമുക്ക് അവിടെ പോയി നോക്കാം. അവിടെ എങ്ങും ഇല്ല.
എല്ലായിടത്തും നോക്കി, പക്ഷെ അങ്ങനെ ഒരാളെ അവിടെ കണ്ടിരുന്നു എന്ന് ചിലർ പറഞ്ഞു. ഇനി എന്താ ചെയ്യാ? വണ്ടി വിടെ. എങ്ങോട്ട്? ആദ്യം എവിടെ നീങ്ങാം? എനിക്ക് പോണം. അത്യാവശ്യമാണ് സാർ. പ്ലീസ് സർ, പ്ലീസ് സർ. ഞാൻ മീര, മായ, മനു, മഞ്ജു ഇവിടെ ഉണ്ട് സർ. എന്താ കാര്യം? വരൂ സർ. വല്ലവരും തല്ലാനാണോ? എനിക്ക് വയ്യ. വിട്ടേ പറയട്ടെ. പ്ലീസ് സർ, വരൂ സർ. എനിക്ക് ഗുരുവായൂർക്ക് പോകണമെന്ന്. ഒരു അടിയന്തര പ്രശ്നമാണ്. എന്ത് അടിയന്തര പ്രശ്നമാണെങ്കിൽ എനിക്കിപ്പോ ബസ് കിട്ടത്തില്ല വേറെ. ഗുരുവായൂർക്ക് ഞങ്ങൾ കാറിൽ വിടാം സർ. ഇത് പിള്ളേരോടാ ഇത്. സ്വന്തം സത്ത അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് എന്റേത്. കെട്ടുപാടുകളുടെ ഭാരവും ഭൗതിക പ്രലോഭനങ്ങളുടെ മായയോ അതിജീവിച്ച് ആത്മാവിനെ സ്വതന്ത്രമാക്കാനുള്ള യാത്ര. അതിൻ്റെ ഇടയില് ഈ മുഖം മൂടിയെടുത്ത് അണിയാൻ വയ്യ മക്കളെ. ഞങ്ങളെ സഹായിച്ച സാറിന് പുണ്യം കിട്ടും. എനിക്ക് പുണ്യം വേണ്ട. പിന്നെന്താ വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട. ഇത്രയും പറഞ്ഞിട്ടും അങ്കിളിന് ഞങ്ങളോട് ഒരു സിമ്പതി ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, അത്തരം വികാരങ്ങളെ അതിജീവിക്കാനാണ് എന്റെ ശ്രമമെന്ന്. അന്ന് ബീച്ചിൽ വെച്ച അത്തരം വികാരങ്ങളെ അങ്കിൾ അതിജീവിച്ചില്ലല്ലോ. അതെ, തലങ്ങും വിലങ്ങും അവന്മാരെ എടുത്തടിച്ചത് നല്ല വികാരത്തോടായിരുന്നോ? അതൊരു അബദ്ധം പറ്റിയതല്ലേ. ഒരു തവണ കൂടി ആ അബദ്ധം പറ്റിയാൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞാൻ അവിടെ വന്ന് അവന്മാരൊക്കെ തല്ലി ഓടിക്കാനാണോ ഈ പറയുന്നേ? അതിന് കാശ് കൊടുത്ത് ആരെങ്കിലും ഗുണ്ടകളെ ഏർപ്പാട് ചെയ്താ പോരെ? തല്ലി ഓടിക്കലല്ല ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളുടെ വീട്ടിന്റെ കൺട്രോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരിക്കുക. അത് ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഞങ്ങൾക്ക് ആരും ഇല്ല അങ്കിൾ, പ്ലീസ്. ഞാൻ നിങ്ങളുടെ മുത്തച്ഛനാണെന്ന് അവർ വിശ്വസിച്ചില്ലെങ്കിലോ? അത് ഞങ്ങളേറ്റു. എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ തരാം. അതുപോരെ? റെഡി? റെഡി. 1 2 3. മുത്തച്ഛൻ വരുന്നു. ഞങ്ങളുടെ മുത്തച്ഛൻ വരുന്നു. അങ്കിൾ, ആന്റി, ഞങ്ങളുടെ ഗ്രാൻഡ്പാ വരുന്നു. ഹലോ അങ്കിൾ, ഇത് മീരയാണ്. ഒരു ഗ്രാൻഡ് ന്യൂസ് പറയാൻ വേണ്ടി വിളിച്ചതാ. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് പട്ടാളത്തിൽ വെച്ച് കാണാതായ ഞങ്ങളുടെ മുത്തച്ഛന്റെ കത്ത് വന്നിരിക്കുന്നു. ഇന്ന് ഇവിടെ വരുമെന്ന്. ഏത് മുത്തച്ഛൻ? അങ്ങനെ ഒരാളെ പറ്റി ഞാൻ കേട്ടില്ലല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ചതല്ലേ? മരിച്ചിട്ടില്ലെന്ന് ഇപ്പോഴല്ലേ അറിയുന്നത്. ഏതായാലും മുത്തച്ഛൻ വരുന്നു കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി അങ്കിൾ. ഓക്കെ അങ്കിൾ. ഇനി ഞങ്ങൾ അനാഥരല്ല അങ്കിൾ. We have our grandpa, our great great grandpa. ഇയാളിപ്പോ എന്തിനാ എങ്ങനെ എഴുതുന്നേ? യുദ്ധത്തിൽ എന്താ കുട്ടികൾ മരിച്ചില്ല? That's our good luck uncle. എന്റെ പെങ്ങള് ശ്രീദേവി, നിങ്ങളുടെ അച്ഛൻ മോഹൻദാസും ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുമ്പോ ഈ മനുഷ്യൻ എവിടെയായിരുന്നു? ഒന്ന് തിരിഞ്ഞു നോക്കിയോ. എനിക്ക് ഇത്തിരി തണ്ണുണ്ട്. നിനക്കോടി? എനിക്ക് പിന്നെ ദണ്ഡമില്ലാണ്ടിരിക്കോ? എനിക്ക് വിശ്വാസമില്ല. എന്റെ ഭാര്യക്ക് സങ്കടമില്ലാന്നോ? അതല്ലടോ കോന്ത. എനിക്ക് വിശ്വാസമില്ല പെട്ടെന്ന് ഇങ്ങനെ ഒരു മുത്തച്ഛൻ എവിടുന്ന് പൊട്ടിമുളച്ച് വന്നു. ഏതോ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോ അത് മുത്തച്ഛനായിരിക്കും. Yes, I am your grandpa, Major J.K. Menon. ചേർത്തിക്ക് തെറ്റിയതാവനെ വഴിയുള്ളൂ. ദേ, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പൊന്നൂസേ, കരഞ്ഞുമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും.
ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തിയും കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ? വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോയാൽ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്തായ മനുഷ്യൻ കറുത്തു പോവില്ലേ? ആഹാ. പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തശ്ശനും കിത്തശ്ശനും ഒന്നും അല്ല. എന്റെ ചേർത്തി ആ അടിയോടി അന്തം വക്കീൽ അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈ മുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള്? ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യമലോകപ്പെരട്ട മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മേ, അവറാച്ചൻ എന്തായിരുന്നു അസുഖം? ഏതവറാച്ചൻ? ഏതവറാച്ചനോ? എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട്. കാട്ടുപ്പാടത്തെ അവറാച്ചൻ. അമ്മച്ചി, നമ്മുടെ അപ്പച്ചൻ. വഴിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ പത്രത്തിൽ നിന്ന് ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം. ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തെണ്ടി നടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും, മാളിയൊക്കെ ജോസഫും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവറാച്ചൻ എല്ലാത്തിനും ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? ആ, പൈലി. പൈലി. ഞങ്ങൾ സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു. മഹാവികൃതിയായിരുന്നു. അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ 2 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചു. ഭഗവാനെ, പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിയിൽ നിന്ന്? അപ്പോ സാറാമ്മ? ഏത് സാറാമ്മ? ഏത് സാറാമ്മയോ? ഈ പൈലിയായിട്ട് 8 കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ? ഉവ്വ്. ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്? ഉണ്ട്, എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഒരുത്തനെ പ്രേമിച്ചേച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് മോശമായിപ്പോയി. മോഹൻദാസ് എന്റെ ബോസ് ആയിരുന്നില്ല, ഒരു സുഹൃത്തായിരുന്നു. വളർച്ചയുടെ ആദ്യഘട്ടം മുതൽ ഞാനും ഉണ്ടായിരുന്നു കൂടെ. ഈ കുട്ടികളുടെ സുരക്ഷിതത്വം എനിക്ക് വളരെ പ്രധാനമാണ്. അതെ, പ്രധാനമാണ്. വരും, നമുക്കകത്തിരിക്കാം. വരട്ടെ. താങ്കൾ ആർമിയിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? മിസ്റ്റർ കുര്യച്ചൻ, നിങ്ങളും എന്നെ ചോദ്യം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുകയാണോ? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഒത്തിരി ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. അനന്തം വക്കീലും ഈ കുട്ടികളുടെ അമ്മാവനും ഒക്കെ. എന്തിന് ഇവര് ഇപ്പോഴും എന്നെ സംശയത്തോടെയാണ് നോക്കുന്നത്? ഞങ്ങൾക്കൊരു സംശയമില്ല മുത്തച്ഛ. ഈ ഫിസിക്കൽ ടോർച്ചറിങ് എത്ര വേണമെങ്കിലും സഹിക്കാം. ബർമയിലെ തടവറകളിൽ ഞാൻ കുറെ അധികം സഹിച്ചത്. പക്ഷേ ഈ മെന്റൽ ടോർച്ചറിങ് ഉണ്ടല്ലോ, ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഒരു തട്ടിപ്പുകാരനെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് കുര്യച്ചൻ മനസ്സിലാക്കണം. ഇതുപോലുള്ള ചോദ്യശരങ്ങളെ നേരിടാൻ തയ്യാറെടുത്തിട്ടായിരിക്കുമല്ലോ അയാൾ വരിക. എന്നെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ടോർച്ചർ ചെയ്യാം. എന്താണ് അറിയേണ്ടത്? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. ഞാൻ ആർമിയിലായിരുന്നു, ജമ്മുവിൽ. കേണൽ മൽഹോത്രയുടെ റെജിമെന്റിൽ. പരമവീരേക്കരം നേടിയ മൽഹോത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. 62-ലെ വാറിന് ഞാൻ സിയാച്ചിൻ മേഖലയിലായിരുന്നു. വാഹനങ്ങളും എന്തിന് ടാങ്കുകൾ പോലും തോറ്റുമടങ്ങുന്ന സിയാച്ചിൻ. വെടിയുണ്ടയേറ്റിട്ടല്ല, തണുപ്പ് കൊണ്ടാണ് അവിടെ ആളുകൾ മരിക്കുക. ഗുരുബച്ചൻ സിംഗും ബൻഷിറാമും ഞാനും ഒരുവിധം പിടിച്ചു നിന്നു. ശത്രുക്കൾക്ക് ബർമയുമായ എന്തോ രഹസ്യ ധാരണകൾ ഉണ്ടായിരുന്നു. അതിർത്തി വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ബർമീസ് മേധാവിയെയും സംഘത്തെയും ഞങ്ങൾ പതിയിരുന്ന് ആക്രമിച്ചു. എത്ര പേർ മരിച്ചു എന്നറിയില്ല. ബൻഷിറാമും ഗുരുബച്ചൻ സിംഗും. ബോധം വീണപ്പോൾ ഞാൻ ജയിലിലായിരുന്നു. ദിവസങ്ങൾ എത്രയായെന്നോ മാസങ്ങൾ എത്രയായെന്നോ ഒരു കണക്കുമില്ല. കിടക്കുന്നത് ബർമയിലാണെന്ന് അറിഞ്ഞത് പോലും 13 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ഇതുവരെ ഇവിടെ ആരെയും കാണിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ കുര്യച്ചനെ കാണിച്ചു തരാം. അവസാനമായി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോയപ്പോ കൂടെ കൊണ്ടുപോയതാണിത്. ഇതാരുടെ ഫോട്ടോയാ മുത്തശ്ശ? നോക്കട്ടെ. ഇതിന്റെ ബാക്കി ഭാഗം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ.
ആ 1 minute. മൈ ഗുഡ്നസ്, അത് തന്നെ. ഓ, ഇതിന്റെ ബാക്കി കഷ്ണം ഇപ്പോഴും ഇതിനകത്തുണ്ടോ? ഇതാരാണെന്നറിയാവോ മിസ്റ്റർ കുര്യച്ചൻ? എന്റെ മകൻ, ഈ കുഞ്ഞുങ്ങളുടെ അച്ഛൻ. ഇത്രയും കാലം വെയിലത്തും മഴയത്തും മഞ്ഞത്തും എന്റെ ഹൃദയത്തോട് ഞാനിത് ചേർത്ത് വെച്ചു. ഞാൻ മരിക്കാതിരുന്നത് ഇവന് വേണ്ടിയാണ്. എല്ലാ യാതനകളും സഹിച്ചത് ഇവനെ ഒരു നോക്ക് കാണാം എന്ന പ്രതീക്ഷയോടെയാണ്. പക്ഷേ ദൈവം എന്നോട് കനിവ് കാണിച്ചില്ല. ഓ, കലക്കി അങ്കിൾ, കലക്കി. അങ്കിളല്ല മുത്തശ്ശൻ. ആ മുത്തച്ഛൻ. എല്ലാവരും ഞെട്ടിപ്പോയി. ആഹാ, പറഞ്ഞതൊക്കെ ശരിയാണെന്നേ തോന്നൂ. എന്ത് നാച്ചുറൽ ആക്ടിങ്. എന്നാലും ഇത്ര ബ്യൂട്ടിഫുൾ ആയി എങ്ങനെ കരയാൻ പറ്റി? അതെനിക്ക് തന്നെ അറിയാൻ പാടില്ല. പറഞ്ഞു പറഞ്ഞു വന്നപ്പോ പറയുന്നൊക്കെ സത്യം തോന്നി. ഈ കഥാപാത്രമായിട്ട് ജീവിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ SI ഉണ്ടല്ലോ, പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അതേ നിപ്പ. ഇനിയുണ്ടല്ലോ അങ്കിൾ. അങ്കിൾ അല്ലെന്നേ മുത്തച്ഛൻ. അതെ മുത്തച്ഛ, ഒന്നും നോക്കാനില്ല. ഇനി എല്ലാരെയും ഗെറ്റ് ഔട്ട് അടിച്ചാ മതി. അതെങ്ങനെ? വക്കീലെങ്കിൽ നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ, അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യാൻ പാടില്ല. അത് ശരിയാ. ആ. മാത്രമല്ല പിടിച്ചിറക്കി വിട്ടാ പിന്നെയും തിരിച്ചു വരും. ഈ റബ്ബർ പന്ത് പോലെ. അവർക്ക് തന്നെ തോന്നണം ഒരു പരിപ്പ് കൂടെ വേഗില്ലെന്ന്. സോയ ഒഴിഞ്ഞു പോയാ പിന്നെ തിരിച്ചു വരികയില്ല. തിരിച്ചു വന്നു. സാർ, മിസ്റ്റർ ബാബുരാജിന് സാറിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. അതിനെന്താ, വരാമല്ലോ. കുറച്ചങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം മുത്തച്ഛ, കുറച്ച് കൂടുതൽ സംസാരിക്കാനുണ്ടേ. ആയിക്കോട്ടെ. ഞാൻ നമ്മുടെ മുത്തച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ്. കേൾക്കണമെങ്കിൽ കേൾക്കാം. പറയൂ, എന്താണ് സംസാരിക്കാനുള്ളത്? പറയാം. താങ്കൾ പട്ടാളത്തിലായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ജമ്മുവിൽ. ജമ്മു കാശ്മീരിൽ. मैं आपसे थोड़ा हिंदी में बात करना चाहता हूँ. हिंदी हमारा राष्ट्रभाषा है ना? जम्मू कश्मीर के बारे में कुछ बताइए. वो जगह कैसा है? शानदार है? सच बोलना चाहिए, नहीं तो नहीं बोलिए. मेरी मतलब यह है, बर्फ से छिपा हुआ पहाड़ों के बारे में कुछ ना कुछ बोलिए. उधर एक शानदार नाला है, क्या नाम है उसका? अगर आप कश्मीर के बारे में कुछ नहीं जानता है तो असम के बारे में बोलिए, बंगाल के बारे में बोलिए, बिहार के बारे में बोलिए. नहीं तो ये सब छोड़ के कम से कम हिंदी में एक बात तो बोलिए. कश्मीर, बिहार और बंगाल के बारे में मैं बहुत कुछ जानता हूँ. वो मेरे दिल में ही रहे. वो तुम्हार को सुनाने का जरूरत नहीं. उस डाल लेक में हाउस बोट होता है, देखा है कहीं? उसमें जिंदगी का बहुत तरीका देखा हूँ. उसका आमने सामने किया हूँ मैं. समझा? मेरे बारे में तुम क्या जानते हो? इधर उधर से मिला हुआ नॉलेज तो अच्छा होता है, मगर तुम्हारा जो है वो पक्का नहीं, कच्चा है, कच्चा. तुम अपने आप को बहुत बड़े समझते हो. उसका नाम है अहंकार. आइंदा मेरा सामने खड़ा होकर बात नहीं करना, बदतमीज. समझा? खबरदार, बदतमीज कहेगा. उल्लू का फटा. चले जा. चल चल. You are great, Jungle. You are genius. ഈ ഹിന്ദി എങ്ങനെ ഒപ്പിച്ചു? ഹിന്ദി പഠിക്കാൻ പട്ടാളത്തിൽ പോകണമെന്നില്ലല്ലോ. ഞാനൊരു ദേശാടനക്കാരനല്ലേ. എനിക്ക് ഹിന്ദി മാത്രമല്ല ഒരുപാട് ഭാഷകൾ അറിയാം. ഇല്ലാണ്ട് പിച്ചി പിച്ചി വേഷാലിനി నా దగ్గర పెట్టుకోవద్దు. ఇది தெலுங்கு. டேய், இந்த மாதிரி பிச்சைக்கார வேஷம் கிட்ட வச்சுக்காதே. நினைத்தா புலியே படிப்பேன்.
ആനാ ഉയിര് പോനാലും നനയ്ക്ക മാട്ടെ പുരിഞ്ചതാ ഇത് തമിഴ് ഇനി ಕನ್ನಡ ನಿಮ್ಮ ನಾಟಕ ಏನು ನನ್ನತ್ರ ಮಾಡಬೇಡ ನಿಮಗೆ ದುಡ್ಡು ಬೇಕಂದ್ರೆ ಹೋಗಿ ಭಿಕ್ಷೆ ಮಾಡ್ರಿ